വേറെ ഒന്നുമില്ലെങ്കിലും ഉർവശി ചേച്ചി ഇസ് ഉർവശി ചേച്ചി. ഇത്രയും ഇനി നമ്മൾ വെയിറ്റ് ചെയ്യാൻ പാടില്ല ഉർവശി ചേച്ചിനെ കാണാൻ, ഇസ് വാട്ട് ഐ ഫീൽ. ഞാൻ 4 തവണ എൻ്റെ തന്നെ സിനിമ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അതിൻ്റെ കാരണം ചേച്ചി സ്ക്രീനിലുള്ളത് കൊണ്ടാണ്. ആൻഡ് ഷീൽ ഗെറ്റ് ടു യു. സോ പ്ലീസ് എൻജോയ് ദ ഫിലിം വെൻ യു വാച്ച് ഇറ്റ്. I don't know how many of you like Taylor Swift here, but I'm a big fan. So she basically said, നമ്മുടെ ഒരു കൾച്ചറിൽ പറഞ്ഞു വരുന്നത് പോപ്പ് സിംഗർ ആണെങ്കിലും ആക്ടേഴ്സ് ആണെങ്കിലും ഗെറ്റ് പീപ്പിൾ ടു ലൈക്ക് യു. അച്ചടക്കമുള്ള കുട്ടികൾ നല്ല കുട്ടികളാണ്, അതായത് ഇഷ്ടപ്പെടുന്ന കുട്ടികൾ നല്ല കുട്ടികളാണ്. അപ്പം ഇഷ്ടപ്പെടുത്താനുള്ള ഒരു വെപ്രാളമുണ്ട് നമുക്ക്. നല്ല സോഫ്റ്റായിട്ട് സംസാരിക്കുന്നു, അത് ചെയ്യുന്നു, നിലപാടുകൾ പറയുകയാണെങ്കിൽ നല്ലോണം പറയുന്നു, ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. സോ ഇത് കവിഞ്ഞ് ഒരു ഘട്ടം കഴിയുമ്പം നമ്മൾ ചെയ്യാത്തതിൽ നിന്ന് ഉണ്ടാവുന്ന ബാഡ് കോൺസിക്വൻസസ് ഉണ്ട്. എസ്പെഷ്യലി ഒരു പവർഫുൾ സ്പേസോ ഇൻഫ്ലുവൻസർ സ്പേസിലേക്ക് നമ്മൾ അറിഞ്ഞും അറിയാതെയും കയറി കഴിഞ്ഞാൽ, it's a Spider-Man's very cliched line to say, with great power comes great responsibility. But that is actually a fact. At the end of the day, Dennis, എനിക്ക് ഇത്രയേ ഉള്ളൂ. I want to sleep well at night. ഇത് ഞാൻ എപ്പോഴും പറയാറില്ല. എനിക്ക് സുഖമായി കിടന്നുറങ്ങണം, മനസാക്ഷി കുത്തില്ലാതെ കിടന്നുറങ്ങണം. എൻ്റെ പേരൻസിന് എന്നെ ഇഷ്ടമാണ്, എൻ്റെ ഫ്രണ്ട്സിന് എന്നെ ഇഷ്ടമാണ്. അപ്പം ബീങ് ഡിസ്ലൈക്ഡ് ഓക്കെ ആണെന്നുള്ളതാണ് ഏറ്റവും ആദ്യം പഠിച്ചത്. അത് കഴിഞ്ഞിട്ടും എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ടെങ്കിൽ അതൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അത്രയേ ഉള്ളൂ. ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ ഒരു ഭാഗമായിട്ട്, അതും വളരെ നല്ലൊരു ടോപ്പിക്കിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ഉള്ളൊഴുക്കിൻ്റെ റിലീസും എല്ലാം അത് അലൈൻഡ് ആയിട്ട് വരിക എന്ന് പറയുന്നത് വലിയ ഭാഗ്യം തന്നെയാണ്. ഡെന്നിസ് ഒബ്വിയസ്ലി ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് റെലവെൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് ചോദിച്ചത്. ഉള്ളൊഴുക്കിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ നമ്മൾ 2 വർഷം മുമ്പാണ് പടത്തിൻ്റെ ചിത്രീകരണം പൂർത്തീകരിച്ചത്. അത് വളരെ വേഗം തന്നെ ഒരു 43 ദിവസമൊക്കെ അത് കഴിഞ്ഞതിന് ശേഷം ഒരു 2 വർഷത്തിൻ്റെ വെയിറ്റ് ആയിരുന്നു കറക്റ്റായിട്ട്. എല്ലാത്തിനും ഒരു സമയമുണ്ടെന്ന് പറയുന്ന പോലെ ഈ ഒരു ചോദ്യം വന്ന് ഈ ഡിസ്കഷൻ തുടങ്ങിയതിന് ശേഷമാണ് ഈ പടം കറക്റ്റായിട്ട് സമയത്തിന് വരുന്നത്. സോ എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് സോഷ്യൽ മീഡിയയിൽ ഡിസ്കഷൻ നടക്കുന്നു, മാധ്യമങ്ങളാണ് ഈ ചോദ്യങ്ങൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്. അതൊരു പാറ്റേൺ കണ്ട് പരിചയം, ഒരു പാറ്റേൺ മാറുന്നുണ്ടെന്ന് തോന്നുമ്പം അത്രയും അധികം ഇൻ്റലിജൻസും ഡെഡിക്കേഷനും കലാമൂല്യമുള്ള സിനിമകൾ കണ്ട് അതിനെ ആസ്വദിച്ചും അപ്രീഷിയേറ്റ് ചെയ്യും എന്നുള്ളതാണ് മലയാളി ഓഡിയൻസിൻ്റെ ഏറ്റവും വലിയൊരു ഘടകം ഞാൻ കണ്ടിട്ടുള്ളത്. ഞാൻ ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യുന്നതും അതാണ്. അതുകൊണ്ട് ചിലപ്പോൾ ഒരു 7 വർഷം മുമ്പേ WCC ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു, കാര്യങ്ങൾ പറഞ്ഞു, ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ തുറന്നു പറയാൻ തുടങ്ങി. ഇപ്പോൾ നമ്മളായിട്ട് പറയേണ്ടി വരുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു സന്തോഷം എനിക്ക് ഒരുപാടുണ്ട്. ഇപ്പോൾ എന്താ നടക്കുന്നത്, കൂടുതലും ഡയലോഗ്സ് ആൻഡ് ഡിസ്കോഴ്സാണ് നടക്കുന്നത്, അല്ലാതെ ഡിഫെൻസീവ്നെസ്സിലേക്ക് പോകുന്നില്ല ആരും. അങ്ങനെയുണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നുള്ള കാര്യങ്ങളിലേക്കാണ് ഞാൻ കാണുന്ന ഈ ഫേസ്ബുക്ക് ത്രെഡ്സും കാര്യങ്ങളും. അതിൽ 2 വശങ്ങളും പറയുന്നതിലും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഞാൻ മഞ്ഞുമ്മലും ആവേശവും ഭ്രമയുഗമൊക്കെ ഒത്തിരി എൻജോയ് ചെയ്തു. ഞാൻ മറ്റേ ഭ്രമലു എന്ന് പറഞ്ഞിട്ട് മറ്റേ ബാർബൻ ഹൈമറൊക്കെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി ചെയ്ത പോലെ ഒരു ദിവസം തന്നെ 2 സിനിമയും പോയി കണ്ട്. സീരിയസ്ലി ഐ തിങ്ക് ഈ ഒരു വർഷം 2024 തുടങ്ങിയത് തന്നെ ആട്ടം വെച്ചിട്ടാണ്. ആട്ടം എന്ന് പറഞ്ഞ ഫിലിം കണ്ടു തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് തോന്നി, ഓ മൈ ഗോഡ്, ദിസ് ഇസ് ഗോയിങ് ടു ബി എ ഗ്രേറ്റ് ഇയർ ഫോർ മലയാളം സിനിമ. ആൻഡ് ഇറ്റ് ഹാസ് ബീൻ. ആൻഡ് ഐ തിങ്ക് ഈ ഫെയർ മിക്സ് ഉണ്ടായി മുമ്പോട്ട് പോട്ടെ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഉള്ളൊഴുക്ക് എല്ലാവരും പോയി കാണണം പ്ലീസ്, ഇന്ന് ഫസ്റ്റ് ഡേ ആണ്. ആൻഡ് ഓക്കെ, ക്രിസ്റ്റോ ഇസ് എ ബ്രില്യൻറ്റ് ഡയറക്ടർ. ക്രിസ്റ്റോന് തന്നെ ഇപ്പോൾ ഒരു ഫാൻ ബേസ് ഉണ്ട്, വിച്ച് ഇസ് ഗ്രേറ്റ്. ഐ ഗോട്ട് ടു ഡു ദിസ് മൂവി. പക്ഷെ ഉർവശി ചേച്ചി ഈസ് ഇൻ ദിസ് ഫിലിം. അത് കളക്റ്റീവ്ലി ലൈക്ക് ദാറ്റ്സ് ലൈക്ക് ഗോഡ് മോഡ്. ആരോ ഇന്ന് ടാഗ് ചെയ്തിട്ടുണ്ടല്ലോ, ഷീസ് ഇൻ ഗോഡ് മോഡ് റൈറ്റ് നൗ. സോ ആ ചിത്രം കാണുമ്പോഴും മനസ്സിലാവും എല്ലാ കഥകൾക്കും റെപ്രസെൻറ്റേഷനും സ്പേസ് ഉണ്ട്, ഒന്നല്ലെങ്കിൽ മറ്റേത്. ഇറ്റ്സ് നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇസ് വാട്ട് ഐ തിങ്ക്. സോ ഇറ്റ്സ് നോട്ട് ലൈക്ക് ബ്രഹ്മയുഗം ചെയ്യുന്ന സമയത്ത് രാഹുലിനോട് പോയിട്ട് പറയാം സ്ത്രീ കഥാപാത്രങ്ങൾ എഴുതൂ എന്ന്, അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇറ്റ്സ് ദാറ്റ് യു ജെന്യുവൻലി ഫീൽ മോട്ടിവേറ്റഡ് ടു മേക്ക് എ മൂവി ലൈക്ക് ദിസ്. ദാറ്റ്സ് വാട്ട് ക്രിസ്റ്റോ ഡിഡ്. ആൻഡ് ഐ തിങ്ക് ഞാൻ ക്രിസ്റ്റോ ഇത് പറയണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ക്രിസ്റ്റോനോട് ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ക്രിസ്റ്റോന്റെ സിനിമകൾ കാമുകി, കന്യക, ഉള്ളൊഴുക്ക് എല്ലാം എടുത്തു നോക്കുകയാണെങ്കിൽ കറിയൻ സൈനാഡ് ഉൾപ്പെടെ സ്ത്രീകളാണ് അതിന്റെ മെയിൻ. അത് പക്ഷേ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്റ്റോ വിൽ ആൻസർ ദാറ്റ്. പ്ലീസ് ഗോ അഹെഡ്. ഫസ്റ്റ് ഓഫ് ഓൾ ഭയങ്കര സന്തോഷമുണ്ട് ഇവിടെ വരാൻ പറ്റിയതിൽ. ഞാൻ ആദ്യമായിട്ടാണ് മഹാരാജസിൻ്റെ ഉള്ളിൽ വരുന്നത്. പുറത്തൂടെ കണ്ടിട്ടുണ്ട്. അപ്പം എന്നും ഭയങ്കര ആരാധനയോടെ കേട്ട ഒരു സ്ഥലമാണ് മഹാരാജാസ്. ഒരുപാട് ആൾക്കാർ
എണ്ണി പറയാൻ പറ്റാത്ത എത്ര ആൾക്കാർ ഇവിടുന്ന് വന്നിട്ടുണ്ട്. അവരെയൊക്കെ നമ്മൾ സിനിമയിൽ വളരെയധികം ആരാധനയോടെ നോക്കിക്കാണുന്ന ആൾക്കാരുണ്ട്. അപ്പം ഫൈനലി വരാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. പിന്നെ എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളൊരു ചോദ്യം ഇതായിരിക്കും, എന്തുകൊണ്ടാണ് ഞാൻ കുറേ ഫിലിംസിൽ സ്ത്രീ കഥാപാത്രങ്ങൾ ലീഡ് ചെയ്യുന്ന ഫിലിംസ് ചെയ്തത്. അത് കന്യക ആയാലും കാമുകിയായാലും കറിയാൻ സേനയുടെ ഉള്ളൊഴുക്കൊക്കെ ആയാലും. അപ്പം എനിക്കതിനൊരു കൃത്യം ഉത്തരവില്ല, ഞാനത് സംഭവിച്ചു പോവുകയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നു മറ്റ് ഫിലിംസ് എല്ലാം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ചെയ്തുകൊണ്ട് ഉള്ളൊഴുക്ക് ചെയ്യുന്ന സമയത്താണ് 2 ഫീമെയിൽ ലീഡ്സ് ചെയ്യുന്നൊരു ഫിലിമാണ്. പക്ഷെ അതിനൊരു പ്രത്യേകതരം ബഡ്ജറ്റ് ആവശ്യമുണ്ട്, വളരെ ചെറിയ രീതിയിൽ ചെയ്യാൻ പറ്റില്ല. വെള്ളപ്പൊക്കമുണ്ട്, മഴയുണ്ട്, ഒരു കുറച്ച് സ്കെയിലുള്ളൊരു പടമാണ്. അപ്പം അതിൻ്റെ ഒരു ഫണ്ടിങ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്താണ് എനിക്ക് ഈ ഒരു പ്രശ്നം, അല്ലെങ്കിൽ ഫീമെയിൽ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള സിനിമകൾ എന്തുകൊണ്ട് മലയാളത്തിൽ സംഭവിക്കുന്നില്ല അല്ലെങ്കിൽ കുറവാണെന്നുള്ളത് ഞാൻ തന്നെ അനുഭവിച്ചറിഞ്ഞൊരു കാര്യമാണ്. കാരണം ഫീമെയിൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉള്ള സിനിമ ചെയ്യാനായിട്ട് പ്രൊഡ്യൂസേഴ്സ് അവരെ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യാൻ മടിക്കും. അപ്പം ഒരുപാട് സമയമെടുത്തു ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് റേസ് ചെയ്യാനാണെങ്കിലും. എനിക്ക് തോന്നുന്നു ഒരു 2-3-4 ഇയേഴ്സ് എടുത്തു ഇത് എടുത്ത് ഈ ഒരു സ്റ്റേജിലേക്ക് എത്താനായിട്ട്. എനിക്ക് തോന്നുന്നു മാറേണ്ട ഒരു സമയമാണത്. ഒരു കഥ നടക്കുമ്പം അല്ലെങ്കിൽ നമ്മളൊരു സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുമ്പം ആ കഥ എത്രത്തോളം എക്സൈറ്റിംഗ് ആണെന്ന് നോക്കി മാത്രം ആയിരിക്കണം അതിൻ്റെ ഫണ്ടിങ് സംഭവിക്കേണ്ടതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിപ്പം മെയിൽ സ്റ്റാർസ് ആണെങ്കിലും ഫീമെയിൽ സ്റ്റാർസ് ആണെങ്കിലും, ഫീമെയിൽ സ്റ്റാർസ് ആയതുകൊണ്ട് അതിന് കുറവ് ഫണ്ടിങ്ങേ കിട്ടുള്ളൂ എന്ന് പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ ഏറ്റവും അതിൻ്റെ ഒരു പ്രൈസ് ഏറ്റവും പേ ചെയ്ത ഒരാളാണ് ഞാൻ. ബിക്കോസ് ഐ ഹാഡ് എ ലോങ് ഹാർഡ് സ്ട്രഗിൾ ടു ഫണ്ട് ദിസ് ഫിലിം. അപ്പോൾ അത് മാറേണ്ട സമയമായി കഴിഞ്ഞു. ബട്ട് അത് മാറണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന പോലെ ഫീമെയിൽഡ് ആയിട്ടുള്ള ഫിലിംസിന് നല്ല ഓപ്പണിങ്സ് കിട്ടണം. ഒരുപാട് ആൾക്കാർ തിയേറ്ററിൽ പോയി കണ്ട് അതൊരു വലിയ വിജയമായി മാറണം. അപ്പം അതൊക്കെ എനിക്ക് തോന്നുന്നു അത് സംഭവിക്കേണ്ട സമയമായി കഴിഞ്ഞു. നമ്മൾ മെയിൽ സ്റ്റാർസ് ആണെങ്കിലും ഫീമെയിൽ സ്റ്റാർസ് ആണെങ്കിലും നല്ല സിനിമകൾ വലിയ വിജയമായി തീരുമ്പോഴാണ് ഇങ്ങനത്തെ സിനിമകൾ ഇനിയും ഉണ്ടാകുക. Can I add something to that? ക്രിസ്റ്റോ ഇപ്പോൾ പറഞ്ഞ ഈ ഒരു ഓൾമോസ്റ്റ് 2016 ക്രിസ്റ്റോവിൻ്റെ സ്ക്രീൻ പ്ലേ എഴുതിയത്. എന്നിട്ട് ഇത്രയും കാലം കഴിഞ്ഞിട്ടാണ് പടം റിലീസാവുന്നത്. അപ്പോൾ ഓഫ് കോഴ്സ് മെഗഫിൻ ആൻഡ് RSVPയും റെവറി എൻ്റർടൈൻമെൻറ്റ്സും വന്നതുകൊണ്ടാണ് ഈ സിനിമ ഫണ്ട് ചെയ്യാൻ പറ്റിയത്. പക്ഷേ ആക്ച്വലി ഇഫ് യു തിങ്ക് അബൌട്ട് ഇറ്റ്, ഡെനിസ്, ഉയരെ, ടേക്ക് ഓഫ് ആൻഡ് ഈവൻ നോട്ട്ബുക്ക്, ദിസ് ഈസ് 18 years ago, റൈറ്റ്? നോട്ട്ബുക്ക് വന്ന സമയത്ത് ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ആയിരുന്നു സിനിമ തിയേറ്ററിൽ ഇരുന്നിട്ട് എല്ലാവരും കൂവുന്നത് എൻ്റെ ചുറ്റും ഇരുന്നിട്ട്. അത് കഴിഞ്ഞിട്ട് ഒരു 10 ദിവസം 15 ദിവസം കഴിയുമ്പോൾ അത് പിക്കപ്പ് ആവുന്നത് അന്ന് എനിക്ക് ഈ പറയുന്ന കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷേ ഇറ്റ് റാൻ ഫോർ 150 days. സോ വെൻ പീപ്പിൾ സേ മാർക്കറ്റ് ഇല്ല, ഐ ഫീൽ ലൈക്ക് ദാറ്റ്സ് എൻ ഇൻസൾട്ട് ടു ദി ഓഡിയൻസ്. വി നീഡ് ടു ട്രസ്റ്റ് അവർ ഓഡിയൻസ്, ദേ വിൽ വാച്ച് എവറിഥിങ്. പക്ഷേ അതൊരു കാരണം പറഞ്ഞിട്ട് മാർക്കറ്റ് ഇല്ല എന്ന് പറയുമ്പോഴാണ് ഈ സാന്നിധ്യം എന്ന് പറയുന്നത് ആർട്ടിസ്റ്റിനോട് മാത്രം ചോദിക്കേണ്ട ചോദ്യമല്ല. ഇറ്റ്സ് പ്രൊഡ്യൂസേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഹാവ് ടു മേക്ക് ദാറ്റ് ഡിസിഷൻ. ഇപ്പം മെഗഫിനും RSVPയും റെവറി എൻ്റർടൈൻമെൻറ്റ്സും ഇതിലേക്ക് വരുമ്പം അവർ പറയുക, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത് നല്ലൊരു ത്രില്ലിംഗ് ആയിട്ട് എല്ലാവർക്കും ഇരുന്ന് കണ്ട് ആസ്വദിച്ച് തൃപ്തി കിട്ടുന്ന ഒരു പടമാവും എന്നുള്ള വിശ്വാസം നമുക്കുണ്ട്. അപ്പോൾ ആ മാർക്കറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. ദാറ്റ്സ് വാട്ട് ഐ ഫീൽ. എനിക്ക് തോന്നുന്നു ഫ്രാൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ കൺട്രീസ് നല്ല സിനിമകൾക്ക് കൊടുക്കുന്നൊരു സപ്പോർട്ട് ഇന്ത്യയിൽ അത്ര ഉണ്ടായിട്ടില്ല. അതിപ്പം പണ്ട് പക്ഷേ കുറേ കൂടെ ആർക്കൈവ്സ് ഉണ്ടായിരുന്നു. FD ഫിലിംസ് ഡിവിഷൻ ഒരുപാട് ഫിലിംസ് സപ്പോർട്ട് ചെയ്യുമായിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടല്ലേ, എനിക്ക് തോന്നുന്നു 10-15 വർഷമായിട്ട് അങ്ങനത്തെ സപ്പോർട്ടുകൾ വളരെ കുറവാണ്. പായലിൻ്റെ സിനിമ പോലും ഒരു ഇൻ്റർനാഷണൽ കോ പ്രൊഡക്ഷനാണ്. അതിന് കിട്ടിയ ഫണ്ട്സൊക്കെ ഫ്രാൻസ് അല്ലെങ്കിൽ അതുപോലുള്ള യൂറോപ്യൻ കൺട്രീസിൽ നിന്നാണ് വരുന്നത്. നമ്മുടെ കൺട്രീസിൽ ഇങ്ങനെയുള്ള ഫിലിംസിന് കൂടി ഒരു നല്ല സ്പേസ് ഉണ്ടാവണം. ഇപ്പം IFFK അല്ലെങ്കിൽ പറഞ്ഞ IFFI പോലുള്ള സ്ഥലത്ത് ഫിലിംസിൻ്റെ കണ്ടന്റിൽ നല്ല ഫിലിംസ് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ സ്ഥലത്തു നിന്ന് നല്ല സിനിമകൾ ഉണ്ടാവുകയുള്ളൂ. ഈവനും പായലിന് ആ ക്യാൻസ് വരെ എത്താൻ പറ്റിയത് ബിക്കോസ് യു ഹാഡ് സപ്പോർട്ട് ഫ്രം ലോട്ട് ഓഫ് ഇൻ്റർനാഷണൽ പ്രൊഡ്യൂസേഴ്സ്. നമ്മുടെ രാജ്യത്ത് അത്രയും സപ്പോർട്ടുകൾ കിട്ടുക വളരെ പാടാണ്, പ്രത്യേകിച്ച് അങ്ങനത്തെ ഫിലിംസിന്. നമുക്ക് ബെർലിൻ, വെനീസ് അവിടെ പോയ ഒരുപാട് ഫിലിംസ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇന്ത്യയിൽ നിന്നുണ്ടായിട്ടുണ്ട്. ആ സിനിമകളുടെ ഒക്കെ പ്രൊഡക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും വരുന്നത് ഫോറിൻ കോ പ്രൊഡക്ഷൻസ് ആയിരിക്കും, മെയിൻലി യൂറോപ്യൻ കോ പ്രൊഡക്ഷൻസ്. അപ്പം നമ്മുടെ നാട്ടിൽ, നമ്മുടെ സ്റ്റേറ്റിലായിക്കോട്ടെ അല്ലെങ്കിൽ കൺട്രിയിലായിക്കോട്ടെ അങ്ങനത്തെ ഫിലിംസിൻ്റെ ഉള്ള ഫൈനാൻഷ്യൽ സപ്പോർട്ട്സ് കുറച്ച് കുറവാണ്. ഫൈനാൻഷ്യൽ സപ്പോർട്ട് മാത്രമല്ല, ഈ സിനിമ എടുത്തു കഴിയുമ്പോൾ നമ്മൾ അവിടെ എവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും,
അതും നമുക്കറിയില്ല. എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച ഒരു ഫ്രണ്ടിൻ്റെ സിനിമ ഇപ്പം നല്ല ഫെസ്റ്റിവലിൽ നന്നായി പോയിട്ട് ദേ ആർ റിലീസിങ് ഇറ്റ് ഇൻ ഫ്രാൻസ് ആൻഡ് ദേ ആർ ഹാവിങ് എ ലോട്ട് ഓഫ് ഷോസ് ഇൻ ഫ്രാൻസ്. ബട്ട് ഐ കാൺ ഇമാജിൻ ദാറ്റ് ഹാപ്പനിങ് ഫോർ എൻ ഇന്ത്യൻ ഫിലിം ഹിയർ ഇൻ ഇന്ത്യ. സോ ആ സിറ്റുവേഷൻ മാറണം, ബോത്ത് ഇൻ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഇൻ ഫൈനാൻസ്. ഐ തിങ്ക് വി ഷുഡ് സപ്പോർട്ട് ഫിലിംസ് വിത്ത് ഗുഡ് കണ്ടന്റ്. നല്ല ഇൻഡിപെൻഡൻറ്റ് സിനിമകൾ വന്നാൽ മാത്രമേ നല്ല കൊമേഴ്ഷ്യൽ സിനിമകൾ ഉണ്ടാവുള്ളൂ. ബിക്കോസ് യു എസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ദ ഇൻഡിപെൻഡൻറ്റ് ഫിലിം മേക്കേഴ്സ് ബിക്കം go on and make like wonderful great mainstream films. അതിപ്പോൾ മാർവൽ ആയിക്കോട്ടെ ഒക്കെ ആയാലും they all started making independent films. അത് നമ്മുടെ നാട്ടിൽ ഭയങ്കര കുറവാണ്. ഐ തിങ്ക് ദാറ്റ് ഹാസ് ടു ചേഞ്ച്. ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ഫിലിംസ് വളരെ അധികം ഫോംസും സ്ട്രക്ചറും ഒക്കെ വെച്ചിട്ട് ഒരുപാട് എക്സ്പെരിമെൻറ്റ് ചെയ്യും. അതൊക്കെ കൊമേഴ്ഷ്യൽ സിനിമേനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പം അതൊക്കെ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ മാർക്കറ്റിംഗ്, അപ്പം അതിൻ്റെയൊക്കെ പ്ലാറ്റ്ഫോംസ് കുറച്ചുകൂടെ വരേണ്ടതുണ്ട്. ഈ പറഞ്ഞ പോലെ ഇഫി, IFFK അല്ലെങ്കിൽ ഒരുപാട് ഫെസ്റ്റിവൽസ് ഉണ്ട് ഇവിടെ. പക്ഷേ ഫെസ്റ്റിവൽസ് മാത്രം ഈ ഫിലിംസ് വന്നുകൊണ്ട് കാര്യമില്ല. ദേ ഹാവ് ടു ഗെറ്റ് റിലീസ്ഡ് ഇൻ തിയേറ്റേഴ്സ്. പീപ്പിൾ ഹാവ് ടു ഗോ ആൻഡ് വാച്ച് ഇറ്റ് ഇൻ തിയേറ്റേഴ്സ്. സോ ഐ ഹോപ്പ് ദാറ്റ് ഇൻ ദ കമ്മിങ് ഇയേഴ്സ് ദ സിറ്റുവേഷൻ ഇസ് ഗോയിങ് ടു ചേഞ്ച്. ഡെഫിനറ്റ്ലി ഒരു നല്ല ഇനിഷ്യേറ്റീവ് തന്നെയാണ്, അത് ഞാൻ ഒരിക്കലും മറിച്ച് പറയില്ല. എന്നാൽ പക്ഷെ നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല അവരുടെ കഷ്ടപ്പാടുകൾ. അവർക്ക് കിട്ടുന്ന ഗ്രാൻഡ് ഉണ്ടെങ്കിൽ പോലും അത് കഴിഞ്ഞിട്ട് എന്ത് രീതിയിലാണ് ആ സിനിമകളും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത് എന്നുള്ളതിനെ പറ്റി ചിന്തിക്കേണ്ടതുണ്ട്. ഈ ഗ്രാൻഡ് കിട്ടിയിട്ടുള്ള ഡയറക്ടേഴ്സ് ചെയ്തിട്ടുള്ള ഫിലിംസിന് അതിൻ്റെ മാർക്കറ്റിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത്, അത് ആർക്കാണ് അതിൻ്റെ കൊട്ടേഷൻ പോകുന്നത്, ആൻഡ് അത് കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ ആ വേർഡ് ഓഫ് മൗത്ത് ജനറേറ്റ് ചെയ്യുക. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ, ഇപ്പോൾ ക്രിസ്റ്റു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഫസ്റ്റ് ഡേ നമ്പേഴ്സ് എന്ന് പറയുന്നത് ആണ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ പ്രൊഡ്യൂസേഴ്സിനെ കുറച്ചും കൂടെ കോൺഫിഡൻ്റ് ആക്കുന്നത്. പിന്നെയും അത് തന്നെ അങ്ങനത്തെ പടങ്ങൾ എടുക്കാം, അല്ലെങ്കിൽ ഇത്തരം കഥകളും പറഞ്ഞു പോകാന്നുള്ളത്. സോ ഒരു എൻട്രി കൊടുത്താൽ മാത്രം പോരാ, അത് കഴിഞ്ഞിട്ടുള്ള നേർച്ചറിങ് സിറ്റുവേഷൻ എന്താണെന്നും കൂടെ അറിഞ്ഞിട്ട് വേണം അങ്ങനത്തെ ഗ്രാൻഡ്സ് പ്രൊവൈഡ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. ബിക്കോസ് അല്ലെങ്കിൽ നമ്മൾ വാതിലൊന്ന് തുറന്നു കൊടുത്തു എന്ന് മാത്രമല്ല, അല്ലെങ്കിൽ പിന്നെ നമ്മൾ അവിടെ ഡോർ പിടിച്ച് നിൽക്കുകയാണ്. വി ഡോണ്ട് നോ വാട്ട് ടു ഡു നെക്സ്റ്റ്. പിന്നെ വേറൊരു കാര്യം, ഇപ്പോൾ ക്രിസ്റ്റു നേരത്തെ പറഞ്ഞ കാര്യത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇറ്റ് അഗെയിൻ ബോയിൽസ് ഡൗൺ ടു സപ്ലൈ ഡിമാൻഡ് സിറ്റുവേഷൻ. നമ്മൾ ഡിമാൻഡ് ചെയ്യുമ്പം, പ്രേക്ഷകർ എന്ന രീതിയിൽ നമ്മൾ ഡിമാൻഡ് ചെയ്യുമ്പം അത് സപ്ലൈ ചെയ്യാതിരിക്കാൻ പറ്റില്ല ഒരു ഘട്ടം കഴിയുമ്പോൾ. ബിക്കോസ് എത്ര സ്റ്റുഡിയോസ് വന്നാലും, മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് വന്നാലും, സോഷ്യൽ മീഡിയ റീൽസ്, ഇൻഫ്ലുവൻസർ കൾച്ചർ വന്നാലും, വേർഡ് ഓഫ് മൗത്ത് ആൻഡ് ആൾക്കാരുടെ ആക്ച്വൽ ജെന്യുവിൻ റിവ്യൂ ഇസ് വാട്ട് ഇവൻച്വലി ടേൺസ് ഇൻ ടു നമ്പേഴ്സ്. ആദ്യത്തെ ഒരു 3 ദിവസം ചിലപ്പോൾ കിട്ടും, ആ ഒരു ബൂസ്റ്റ് കിട്ടും നമുക്ക് സോഷ്യൽ മീഡിയയിൽ. ഗിമ്മിക്സ് ഓൺലി ഗോ സോ ഫാർ. സോ ഐ തിങ്ക് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഈ ഫെയ്ത്ത് ഇൻ അവർ ഓഡിയൻസ്, ലൈക്ക് ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കുന്ന ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ. ഇറ്റ് ടുക്ക് മീ 18 years ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഓൾവേസ് ബോയിൽസ് ഡൗൺ ടു ദി ഓഡിയൻസ്. ഇറ്റ്സ് ഓക്കെ ടു ബി ഡിസ്ലൈക്ഡ് എന്നുള്ളതാണ്. അതായത് എല്ലാവരും ഇഷ്ടപ്പെടണം എന്ന് ഒരു വാശി, അത് നമ്മളെ വളർത്തിക്കൊണ്ടുവരുമ്പോഴും ഒരു certain കൾച്ചർ ഉണ്ട്. ഐ ഡോണ്ട് നോ ഹൗ മെനി ഓഫ് യു ലൈക്ക് ടേലർ സ്വിഫ്റ്റ് ഹിയർ, ബട്ട് ഐ എം എ ബിഗ് ഫാൻ. സോ ഷീ ബേസിക്കലി സെഡ്, നമ്മുടെ ഒരു കൾച്ചറിൽ പറഞ്ഞു വരുന്നത് പോപ്പ് സിംഗർ ആണെങ്കിലും ആക്ടേഴ്സ് ആണെങ്കിലും, ഗെറ്റ് പീപ്പിൾ ടു ലൈക്ക് യു. അച്ചടക്കമുള്ള കുട്ടികൾ നല്ല കുട്ടികളാണ്, അതായത് ഇഷ്ടപ്പെടുന്ന കുട്ടികൾ നല്ല കുട്ടികളാണ്. അപ്പം ഇഷ്ടപ്പെടുത്താനുള്ള ഒരു വെപ്രാളമുണ്ട് നമുക്ക്. നല്ല സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുന്നു, അത് ചെയ്യുന്നു, നിലപാടുകൾ പറയുകയാണെങ്കിൽ നല്ലോണം പറയുന്നു, ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. സോ ഇത് കവിഞ്ഞ് ഒരു ഘട്ടം കഴിയുമ്പം നമ്മൾ ചെയ്യാത്തതിൽ നിന്ന് ഉണ്ടാവുന്ന ബാഡ് കോൺസിക്വൻസസ് ഉണ്ട്. എസ്പെഷ്യലി ഒരു പവർഫുൾ സ്പേസോ ഇൻഫ്ലുവൻസർ സ്പേസിലേക്ക് നമ്മൾ അറിഞ്ഞും അറിയാതെയും കയറി കഴിഞ്ഞാൽ, ഇറ്റ്സ് എ സ്പൈഡർമാൻസ് വെരി ക്ലീഷേഡ് ലൈൻ ടു സേ, വിത്ത് ഗ്രേറ്റ് പവർ കംസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി, ബട്ട് ദാറ്റ് ഈസ് ആക്ച്വലി എ ഫാക്ട്. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഡെന്നിസ്, എനിക്ക് ഇത്രയേ ഉള്ളൂ, ഐ വോണ്ട് ടു സ്ലീപ്പ് വെൽ അറ്റ് നൈറ്റ്. ഇത് ഞാൻ എപ്പോഴും പറയാറില്ല. എനിക്ക് സുഖമായി കിടന്നുറങ്ങണം, മനസാക്ഷി കുത്തില്ലാതെ കിടന്നുറങ്ങണം. എൻ്റെ പേരൻസിന് എന്നെ ഇഷ്ടമാണ്, എൻ്റെ ഫ്രണ്ട്സിന് എന്നെ ഇഷ്ടമാണ്. അപ്പം ബീങ് ഡിസ്ലൈക്ഡ് ഓക്കെ ആണെന്നുള്ളതാണ് ഏറ്റവും ആദ്യം പഠിച്ചത്. അത് കഴിഞ്ഞിട്ടും എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ടെങ്കിൽ അതൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അത്രയേ ഉള്ളൂ. സിനിമ ഇപ്പം റിലീസ് ആവുന്നുള്ളൂ, അപ്പം എനിക്ക് സിനിമയെ പറ്റി കൂടുതൽ പറയാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ആർക്കായിരിക്കും കൂടുതൽ ഡിഫിക്കൽട്ടാകുക ജീവിതം? ഒരു സ്ത്രീക്കായിരിക്കോ പുരുഷനായിരിക്കോ? അന്ന് ഇപ്പം ഉത്തരം വളരെ സിമ്പിളാണ്, സ്ത്രീക്കായിരിക്കും. അങ്ങനെയാണ് ഉള്ളൊഴുക്കിൽ ഇപ്പം നിങ്ങൾ കാണുന്ന പോലെ 2 സ്ത്രീ കഥാപാത്രങ്ങൾ വരുന്നത്. ഇതേ ചോദ്യം കാമുകി എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം ഞാൻ എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്.
അപ്പം എനിക്ക് തോന്നുന്നു ഏത് ക്രൈസിസ് വരുമ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ ഏറ്റവും അതിൻ്റെ ഇമ്പാക്റ്റ് ശരിക്കും അറിയണമെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്ത്രീകളെ അല്ലെങ്കിൽ കുട്ടികളെ അതെങ്ങനെ അഫക്റ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ നോക്കിക്കാണാമെന്ന് തോന്നുന്നു. പിന്നെ അത് മാത്രമല്ല, ഇവിടെ ഈ ഫിലിമിൽ നിങ്ങൾ നോക്കിയറിയാം, അല്ലെങ്കിൽ ഞാൻ ഈ ഫിലിം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഈ ബോക്സ് ഓഫീസിൻ്റെ മെക്കാനിസം അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സിന് മെയിൽ സ്റ്റാർസ് വേണം, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ അത്ര അവെയർ ആയിരുന്നില്ല. നല്ല സിനിമ എടുക്കണം, നല്ല കഥാപാത്രങ്ങൾ എഴുതണം, ഇങ്ങനെ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. അപ്പം കുറച്ച് ഐഡിയലിസ്റ്റിക് ആയിട്ടാണ് ഞാൻ ഈ സിനിമയെ സമീപിച്ചത്. അപ്പോൾ ആദ്യത്തെ സമയത്ത് എനിക്ക് ഇങ്ങനത്തെ ഞാൻ പ്രൊഡക്ഷൻ ഈ സ്ട്രഗിൾ ചെയ്യുമെന്ന് അറിയില്ലായിരുന്നു. പിന്നെ അത് എഴുതി കഴിഞ്ഞപ്പം അത് എങ്ങനെയെങ്കിലും അത് ചെയ്തെടുക്കാനുള്ളൊരു വാശിയുമായിരുന്നു. പക്ഷേ സിനിമ കണ്ടു നോക്കി അറിയാം, ഈ കഥാപാത്രങ്ങൾക്കപ്പുറം ഒരുപാട് ആ ഒരു ഫാമിലിയിലെ കഥാപാത്രങ്ങളും ഇതിലേക്ക് വരുന്നുണ്ട്, സ്ത്രീകളും പുരുഷനായാലും. അപ്പം നല്ല കഥകൾ ഉണ്ടാവണം, അതിനകത്ത് സ്ട്രോങ് ആയിട്ടുള്ള വുമൺ ക്യാരക്ടേഴ്സും ഉണ്ടാവണം, മെയിൽ ക്യാരക്ടേഴ്സും ഉണ്ടാകണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഐ ഹാവ് ടു സേ അള്ളാട്ടോ ആള്, അതായത് ഹീ സ്പീക്സ് സോ ലൈക്ക് ഇങ്ങനെ റൈറ്റ്. പക്ഷേ ജോജു ജോർജ് നമ്മുടെ പ്രീവ്യൂ കണ്ടു വന്നിട്ട് ഇങ്ങനെയൊരു കഥ ക്രിസ്റ്റോനെ എഴുതാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ്, അതായത് ഞാൻ അല്ലെങ്കിൽ ഡാർക്കിൻ്റെ ആളാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡാർക്ക് സിനിമകൾ കാണാനും അഭിനയിക്കാനും ഒക്കെ. ഇത് കണ്ട് ഞാൻ പേടിച്ചു പോയി. ഐ വാസ് ലൈക്ക് ഐ കാൺ ഡു ദിസ് പോസിബിളി. ബട്ട് ഐ വോണ്ട് ടു ആഡ് സംതിങ് ടു യുവർ ക്വസ്റ്റ്യൻ. സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റഡ് ആവുന്നത് വാറിൽ, എസ്പെഷ്യലി വാർ, പ്രളയം, എന്ത് ദുരന്തം വരുമ്പോഴും ദേ ബിക്കം ലൈക്ക് കൊളാറ്ററൽ ഡാമേജ് എന്നുള്ള സംഭവം. എനിക്ക് ഏറ്റവും കൂടുതൽ ക്രിസ്റ്റോൻ്റെ വിഷനിൽ ഇഷ്ടപ്പെട്ട എന്താ വെച്ചാൽ, ക്രിസ്റ്റോനെ അറിയുന്ന സ്ത്രീകളെയാണ് ക്രിസ്റ്റോ ഒബ്സർവ് ചെയ്ത് എഴുതിയിട്ടുള്ളത്. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ റെപ്രസെൻറ്റേഷൻ വളരെ ഓണസ്റ്റ് ആവും. അവിടെ ഒരു വെച്ചുകെട്ടിലില്ല, ഇതാണ് ഓഡിയൻസിന് ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാലായിരിക്കും ഇവരെ ലൈക്കബിൾ ആവുക. ദർ ഈസ് നോട്ട് ഒരു സെക്കൻഡ് പോലും ആ സ്ക്രീൻ പ്ലേയിൽ അഞ്ജു, ലീലാമ്മ, ഉർവശിയുടെ കഥാപാത്രമാണ് ലീലാമ്മ, ഞാൻ ചെയ്ത കഥാപാത്രത്തിൻ്റെ പേരാണ് അഞ്ജു, ഇവരെ ലൈക്ക് ചെയ്യപ്പെടുത്തണം എന്നുള്ളതാണ്. അത്രയും ആ ഓണസ്റ്റി കണ്ടിട്ടാണ് ഞാൻ ആക്ച്വലി ഫോർ ദ ഫസ്റ്റ് ടൈം ഐ സെഡ് മേ ബി ഐ കാൺ ഡു ദിസ് എന്നുള്ളത്. സോ യാ, ഐ വിൽ ട്രൈ ടു റാപ്പ് ഇറ്റ് അപ്പ് ഫോർ യു. ഇസ് ദാറ്റ് സിനിമ കാണണം, ബിക്കോസ് വേറെ ഒന്നുമില്ലെങ്കിലും ഉർവശി ചേച്ചി ഇസ് ഉർവശി ചേച്ചി. ഇത്രയും ഇനി നമ്മൾ വെയിറ്റ് ചെയ്യാൻ പാടില്ല ഉർവശി ചേച്ചീനെ കാണാൻ, ഇസ് വാട്ട് ഐ ഫീൽ. ഞാൻ 4 തവണ എൻ്റെ തന്നെ സിനിമ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അതിൻ്റെ കാരണം ചേച്ചി സ്ക്രീനിലുള്ളത് കൊണ്ടാണ്. ആൻഡ് ഷീൽ ഗെറ്റ് ടു യു. സോ പ്ലീസ് എൻജോയ് ദ ഫിലിം വെൻ യു വാച്ച് ഇറ്റ്.